ഹായ്, ഞാൻ പ്രതാപൻ. ഈ വീഡിയോയിൽ MS എക്സലിലെ പ്രധാനമായ രണ്ട് ഫംഗ്ഷനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആ രണ്ട് ഫംഗ്ഷനുകളിലൂടെ നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്ത് തരും. പല സന്ദർഭങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യകതയുണ്ട്. ഡേറ്റ് ഡിഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും മറ്റൊന്ന് ടുഡേ ആണ്. ഡേറ്റ് ഡിഫറൻസിൻ്റെ പ്രത്യേകത, രണ്ട് ഡേറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇയർ കാൽക്കുലേറ്റ് ചെയ്യും, അതുപോലെ തന്നെ മന്ത് കാൽക്കുലേറ്റ് ചെയ്യും. ടുഡേ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ടുഡേ ഡേറ്റിനെ MS എക്സലിൽ ഇൻസർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് ഫംഗ്ഷനുകളിലൂടെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്ത് തരും. ദയവായി നിങ്ങൾ എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ടും വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതേപോലെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, അവരോടും പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാനായിട്ട്. നമുക്ക് ഈ രണ്ട് ഫംഗ്ഷനിലൂടെ എങ്ങനെ നമുക്ക് MS എക്സലിൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഞാൻ നിരവധി ആൾക്കാരുടെ പേരും അവരോടൊപ്പമുള്ള ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിരുന്നു. ഇത് പല സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് എക്സലിനകത്ത് ഇത് തയ്യാറാക്കാൻ പറ്റും? അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എക്സലിൻ്റെ ഫോർമുലയുടെ സ്ട്രക്ചർ നമുക്കറിയാം. അതിൻ്റെ ഒരു സിൻടാക്സ് ഉണ്ട്, അതിനെഴുതേണ്ട ഒരു ക്രമമുണ്ട്. ആദ്യം മുതലേ എല്ലാ വീഡിയോകളിലും ഞാൻ ഫോർമുലകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈക്വൽ സിമ്പലിലാണ് നമ്മൾ ഫോർമുല സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് അരിത്തമെറ്റിക് ഒരു ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റേഴ്സിനെ യൂസ് ചെയ്യാം. അതിന് ഈക്വലൻ്റ് ആയിട്ടാണ് നമ്മൾ ഫോർമുലകളെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫംഗ്ഷനുകൾ യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷനുകൾ എന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫോർമുലകളെയാണ്. ഇവിടെ നമുക്ക് വേണ്ടുന്നത് ആദ്യം ഡേറ്റ് ഡിഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. അത് നമ്മളവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിനോടൊപ്പമുള്ള ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഏതൊരു ഫംഗ്ഷനും ഒരു ഓപ്പൺ ബ്രാക്കറ്റും ഒരു ക്ലോസ് ബ്രാക്കറ്റും ഉണ്ടാകും. അതിനകത്ത് എന്ത് പ്രവർത്തനമാണോ നമ്മൾ ആ ഫോർമുല അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ചെയ്യുന്നത്, അതിനാവശ്യമായ വാല്യൂ നമ്മൾ സപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് സെല്ലിൻ്റെ അഡ്രസ്സാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അത് നമ്മൾ കാണിച്ചു കൊടുക്കുക. കൊടുത്തതിന് ശേഷം കോമ കൊടുക്കുന്നു. എന്നിട്ട് അടുത്ത ഡേറ്റ് ഒന്നുകിൽ നമുക്ക് കമ്പ്യൂട്ടറിനകത്തുള്ള ടുഡേ ഡേറ്റ് ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഫംഗ്ഷൻ എഴുതുന്നു. ടുഡേ എന്ന് പറയുന്ന ഫംഗ്ഷനെ യൂസ് ചെയ്യുക. ഓപ്പൺ ആൻഡ് ക്ലോസ് ബ്രാക്കറ്റ്. അതിനുശേഷം നമ്മൾ ഒരു കോമയും കൂടെ കൊടുക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണോ അത് നമ്മൾ ഡബിൾ കോട്ട്സിനകത്ത് പറയുക. ഇയർ ആണെങ്കിൽ ഇയർ, മന്ത് ആണെങ്കിൽ YM ടൈപ്പ് ചെയ്യുക. ഇയർ ആയതുകൊണ്ട് നമ്മൾ ഇയർ ടൈപ്പ് ചെയ്യുന്നു. ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഒരു ബ്രാക്കറ്റ്, ആദ്യം ഓപ്പൺ ചെയ്ത ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാനുണ്ട്. ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ എൻ്റർ കീ അമർത്തിയാൽ മതി. നമുക്കവിടെ റിസൾട്ട് ക്രിയേറ്റ് ആവും. ഈ പറയുന്ന സെയിം ഫോർമുല തന്നെ താഴേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴോട്ടുള്ള ബ്ലാങ്ക് സെല്ലുകൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+D കൊടുത്താൽ മതിയാവും. നമുക്കവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത് കാണാൻ കഴിയും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.